വൃദ്ധ പതുക്കെ തന്റെ തൊപ്പി അഴിച്ചുമാറ്റി തന്റെ ചെങ്കോൽ വശത്തേക്കെറിഞ്ഞു. അടുത്ത നിമിഷം വൃദ്ധ ഒരു സ്വർണ്ണരാജ്ഞിയായി രൂപാന്തരപ്പെട്ടു. സ്വർണ്ണനഗരത്തിന്റെ കാവൽക്കാരി അവളാണെന്ന് മനസ്സിലായി. എന്നാൽ ഇത്തവണ ഒരു കൂട്ടം അപരിചിതർ അകത്തു കടന്നു. രക്ഷാധികാരിയുടെ കൽപ്പനപ്രകാരം കാവൽക്കാർ അവരെ പിടികൂടാനൊരുങ്ങി. അവർ നിധിമോഷ്ടാക്കളല്ല, യഥാർത്ഥ പര്യവേക്ഷകരാണെന്ന് വിശദീകരിക്കാൻ ഡോറ വേഗത്തിൽ മുന്നോട്ടു വന്നു. അവരെ പരീക്ഷിക്കാൻ രക്ഷാധികാരി ഡോറയോട് ഏറ്റവും ഭക്തമായത് ദൈവങ്ങൾക്ക് സമർപ്പിക്കാൻ പറഞ്ഞു. ഡോറ പതുക്കെ സ്വർണ്ണപ്രതിമയിലേക്ക് നടന്നു. എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും കണ്ണുകളെ മിഴിച്ചു. ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച ശേഷം അവൾ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ഒരു തടത്തിൽ നിന്ന് ഒരു പാത്രം നീരുറവ വെള്ളം കോരിയെടുത്ത് സ്വർണ്ണക്കുരങ്ങിന്റെ അടുത്തേക്ക് നടന്നു. അവൾ വെള്ളം കൈകളിലേക്ക് ഒഴിച്ചപ്പോൾ സ്വർണ്ണക്കുരങ്ങൻ കുടിക്കാൻ തുടങ്ങി. സ്വർണ്ണനഗരത്തിലേക്കുള്ള കവാടം സ്വർണ്ണ വെളിച്ചത്താൽ പ്രകാശിച്ചു. ജലമാണ് ജീവിതത്തിന്റെ ഉറവിടവും ലോകത്തിലെ ഏറ്റവും ഭക്തമായ വഴിപാടും. ഡോറ ശരിയായ ഉത്തരം നൽകി. രക്ഷാധികാരിയുടെ അനുമതിയോടെ 1000 വർഷമായി നഷ്ടപ്പെട്ട സ്വർണ്ണനഗരത്തിലേക്ക് അവർ നടന്നു. പെട്ടെന്ന് ഭൂമി കുലുങ്ങാൻ തുടങ്ങി. കുറുക്കൻ സ്വർണ്ണക്കുരങ്ങിനെ മോഷ്ടിച്ചു. അവന്റെ പ്രവൃത്തികൾ ദേവന്മാരെ കോപാകുലരാക്കി. കൊട്ടാരം തകരാൻ തുടങ്ങി. ആളുകൾ പരിഭ്രാന്തരായി ഓടി. ഒരു ഭീമൻ സ്വർണ്ണക്കുരങ്ങൻ പ്രത്യക്ഷപ്പെട്ട് സ്വർണ്ണനഗരം നശിപ്പിച്ചു. പുറത്തേക്ക് ഓടുമ്പോൾ ഡോറ എല്ലാവരെയും നയിച്ചു. ഭാഗ്യവശാൽ വളർത്തുകുരങ്ങൻ കുറുക്കനെ പിടികൂടി സ്വർണ്ണക്കുരങ്ങിനെ തിരികെ കൊണ്ടുപോയി. ഡോറ അതിനെ എടുത്തതിനുശേഷം അവൾ തിരിഞ്ഞു കൊട്ടാരത്തിലേക്ക് ഓടി. സ്വർണ്ണക്കുരങ്ങിനെ അതിന്റെ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്ന നിമിഷം ഭൂമി ശാന്തമാകാൻ തുടങ്ങി. സ്വർണ്ണനഗരം അതിന്റെ പഴയ ചൈതന്യം വീണ്ടെടുത്ത് ലോകത്തെ രക്ഷിച്ചു.